ഹലോ മക്കളെ എംഎൽഎ ഇവിടെ വന്നു ഞാൻ കൊടുക്കാൻ ശ്രീജ എപ്പോ എത്തും? ശരി ശരി, അപ്പോൾ ഞാൻ നാളെ വന്ന്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഈ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ശ്രീജയുടെ പേര് പറഞ്ഞിട്ടാ. എല്ലാ സ്കൂളുകളിലും ചെന്ന് എല്ലാ കോളേജുകളിലും ചെന്നിട്ട് 1200 ചോറിൽ എഴുതിയ ശ്രീജയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നാളെ അന്ന് അവിടെ ഉണ്ടായിരുന്നോ? ലൈബ്രറിയിലാണോ അപ്പൊ? ഓ ശരി ശരി ആ ശരി 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 ആ ശരി ശരി. നാളെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ശരി ശരി ശരി. ശ്രീജയുടെ വിജയം അത് വല്ലാത്ത ഒരു പ്രചോദനമാണ് എല്ലാവർക്കും. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വന്നു. അന്ന് +2-ന് 1200 മാർക്ക് കിട്ടിയപ്പോൾ അഭിനന്ദിക്കാനാണ് അന്ന് വന്നത്. അന്ന് കണ്ടൊരു കാഴ്ചയുണ്ട്. ചുവരിൽ കരിക്കട്ട കൊണ്ട് 1200 എന്ന് എഴുതി വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചുവരിൽ എഴുതി വച്ചത് മനസ്സിൽ പതിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിച്ച് ആ ലക്ഷ്യം നേടി. ഇന്നിപ്പോൾ സിവിൽ സർവീസിൽ റാങ്ക് നേടിയിരിക്കുന്നു. അപ്പോൾ ആ ഉയർന്ന വിജയം നേടാൻ കാരണം മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്നത് കയ്യെത്തി പിടിക്കാൻ പറ്റും, അതിന് ആത്മവിശ്വാസമാണ് വേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് വിദ്യാർത്ഥി തലമുറയ്ക്ക് സന്ദേശം നൽകുകയാണ് ശ്രീജ. അതുകൊണ്ട് ശ്രീജയുടെ വിജയത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് തിളക്കമുണ്ട്. ഈ നാടാകെ ശ്രീജയെ കുറിച്ച് ഓർക്കുന്നു, അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇതിനു മുമ്പ് 10ാം ക്ലാസ്സിൽ ഇത് SSLCക്കും +. അഭിനന്ദനം അച്ഛനും അമ്മയ്ക്കുമാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് അറിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വൈകുന്നേരം വരാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും മാഷിന്റെ സ്റ്റുഡന്റ് ആയില്ല ശ്രീജ. ഇന്ന് സിവിൽ സർവീസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ 57ാമത് റാങ്ക് കരസ്ഥമാക്കിയ ശ്രീജ നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായ ഒരു വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. ഏറ്റവും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം അത്രമാത്രം ഈ അറിഞ്ഞ സമയത്ത് തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം സന്തോഷം തോന്നി. ഈ ശ്രീജയുടെ അച്ഛനും അമ്മയുമാണ് എൻ്റെ അടുത്തുള്ളത്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഈ പ്രദേശത്ത് അദ്ദേഹം ഇന്നും യാത്ര ചെയ്യുന്നത് ഒരു സൈക്കിളിലാണ്. രാവിലെ അദ്ദേഹം കൂലിപ്പണിക്ക് പോയി. 2 മക്കളാണ്. ആ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം 10ാം ക്ലാസ് പാസ്സായപ്പോൾ 1200 മാർക്കും കരസ്ഥമാക്കി. ആ സമയത്ത് ഈ വീട്ടിൽ അനുമോദിക്കാൻ വന്ന സമയത്ത് ചോദിച്ചപ്പോൾ അന്ന് ആ കുട്ടി നമ്മളോട് പറഞ്ഞൊരു വാക്ക് ഇന്നും മനസ്സിൽ ഓർമ്മയുണ്ട്. സിവിൽ സർവീസാണ് എൻ്റെ ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യബോധമുള്ള കുട്ടിക്ക് എന്തും കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ്
ഈ ശ്രീജയുടെ ഈ വിജയത്തെ നമ്മൾ കാണുന്നത്. കാരണം ഇന്ന് മലയാളികളിൽ 57ാമത്തെ റാങ്ക് സിവിൽ സർവീസിന് കരസ്ഥമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരം ഈ ശ്രീജയിലൂടെ ഇന്ന് ഈ രാജ്യം തന്നെ അറിയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട് ഇതിപ്പോൾ അരുവാമൂട് ചിന്മയ സ്കൂളിൻ്റെ അടുത്ത പ്രദേശമാണ്. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ശ്രീജ 57ാമത്തെ റാങ്ക് കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിന് തന്നെ, നമ്മുടെ ജില്ലയ്ക്ക് തന്നെ, നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. എല്ലാ ഈ നാട്ടുകാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും പങ്കുചേരുന്നു. ആ കുട്ടി എന്തായാലും ഈ കുടുംബത്തിന്, ഈ നാട്ടിന് വലിയ സന്തോഷമാണ് പകർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ജോയി ഉച്ചയ്ക്ക് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളിപ്പോ വേറെ തിരുവനന്തപുരത്ത് മീറ്റിംഗിലായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മെയ് 2024 ഞാൻ ഫോർത്ത് സെമ്മിൽ ജോയിൻ ചെയ്തു. അപ്പം അവിടുത്തെ ഷെഡ്യൂൾ ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അപ്പം അത് ഡിമാൻഡ് ചെയ്ത ഹാർഡ് വർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടിന് എൻ്റെ പാരൻസും ടീച്ചേഴ്സും ഈ നാട്ടുകാരും പള്ളിയിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. അപ്പോൾ എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ഓവർ തിങ്ക് എനിക്ക് ഇഷ്യൂ ഉണ്ട്, പക്ഷേ ഈ പഠിത്ത കാര്യത്തിൽ ഞാൻ അവർ പറയുന്നത് അക്ഷരം പ്രതി പാലിച്ചു. ഇപ്പം എൻ്റെ മെൻറ്റേഴ്സ്, എനിക്ക് പ്രിലിംസിന് അനന്തു സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം സാർ ഇങ്ങനെ പറയും, ഡെയിലി പ്ലാനർ അനുസരിച്ച് പഠിക്കുക. ഞാൻ പഠിച്ചു. അപ്പം എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും സാറ് ഫീഡ്ബാക്ക് തരും. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു, തെറ്റിയതൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു, പാലിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ഇമ്പ്രൂവ് ആക്കാനും അങ്ങനെ ഓവർ ദി ടൈം അത് ഇമ്പ്രൂവ് ആയി. മെയിൻസിൻ്റെ സമയത്തും എൻ്റെ മെൻറ്റേഴ്സ് എൻ്റെ ആൻസർ 1 by 1 ഓരോ ലൈനും അവർ വായിച്ച് എനിക്ക് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പം അതും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നോക്കി. അങ്ങനെ മെയിൻസിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഇൻ്റർവ്യൂവിലാണെങ്കിലും എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. ഇത് ഞാൻ മെയ് 2024 ഞാൻ ഫോർത്ത് സെമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചതാണ് ശ്രീജ ജെയ്സ് IFS എന്നുള്ളത്. അപ്പം എന്നും ഞാൻ ഇത് കണ്ടാണ് എഴുന്നേൽക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഫയറാണ്. ഞാനിരുന്ന് പഠിക്കും, എത്ര വയ്യെങ്കിലും ഞാനിരുന്ന് പഠിക്കും. അപ്പം എൻ്റെ ഒരു വാശിയുടെ പുറത്ത് ഞാൻ ഡെയിലി പ്ലാനറെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അപ്പം പിന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഈ പരീക്ഷ ഒറ്റവട്ടം എഴുതത്തുള്ളൂ, ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്തോണ്ടേ വരത്തുള്ളൂ എന്ന്. അതുപോലെ എനിക്കിപ്പം 57 റാങ്ക് കിട്ടിയപ്പോഴത്തേക്കും സാധിക്കും. അച്ഛൻ കൂലിപ്പണിയാണ്. അപ്പം ഇല്ലാത്ത കാശുണ്ടൊക്കെയാണ് പഠിപ്പിച്ചത്. അത്രയും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലൊക്കെ പഠിക്കാൻ പറ്റാമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അച്ഛനും അമ്മയും കിട്ടുന്ന കാശൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ, അമ്മ കുടുംബശ്രീയിലൊക്കെ മെമ്പറാണ്. അപ്പം അങ്ങനെ ലോണൊക്കെ ആയിട്ട്, ഗോൾഡ് ലോണൊക്കെ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അമ്മ MA കാരിയാണ്. അമ്മ MA ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ അമ്മ അടുത്തിരുന്ന് പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വയം പഠിക്കും. അച്ഛനാണെങ്കിൽ അമ്മയുടെ ഡിസിഷൻസിനോടും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം രണ്ടുപേർക്കും എന്നെ പഠിപ്പിച്ച്, എൻ്റെ അനിയനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് നല്ല വാശിയും ഉണ്ടായിരുന്നു. ആ വാശി എനിക്കും കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചതും എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 57 കിട്ടിയതും. അത് മാത്രമല്ല അവർ ഫുൾ പ്രാർത്ഥനയായിരുന്നു. രണ്ടുപേരുടെയും കൂട്ടായ പ്രാർത്ഥനയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാനതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. I am writing UPSC CSE only once.
ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം, കിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ സമാധാനപ്പെടുത്തിയിട്ട് നേരെ സ്റ്റേറ്റിൽ അവിടെ ബാക്ക് റേഷ്യ ഇറങ്ങി കടന്ന് ഒരു ആട്ടം വിട്ട് നേരെ കൊണ്ട് പായം കഴിക്കുക. അതിന് കയറി അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ സമ്മാനിക്കും. അതിനോടൊക്കെ അത് ഭയങ്കര സംഭവമാണ്. 57ാം റാങ്ക് നേടിയ ശ്രീജ ജയസിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു സാധാരണ ഗ്രാമത്തിലെ സാധാരണക്കാരായ മാതാപിതാക്കൾ. നിങ്ങൾ ഒന്ന് ആദ്യം അവിടെ നിന്നാണോ? ഓക്കെ, സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം. ഇതെന്റെ +1 എന്റെ സ്വന്തം ക്ലാസ് ടീച്ചർ ശൈല ടീച്ചറാണ്. ടീച്ചർ എനിക്കൊന്നും പറയാനില്ല. പട്ട സെന്റ് മേരീസ്. ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ശ്രീജ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കാം. എന്റെ യൂണിറ്റിലെ അതിന്റെ നൈബറാണ്. മോർഗാണ്. എന്റെ ജീപ്പ് കൂടെ തന്നെ വരുമായിരുന്നു പിന്നെ പള്ളിയിൽ രാവിലെ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് സ്കൂൾ മക്കളും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അതിന് ചോദിച്ചു പിന്നെ